വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു കുട്ടി ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് സാലഡും പിന്നെ ബട്ടർ ഗാർലിക് ഫിഷും ആണ്. അപ്പോൾ സാലഡിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1 ഫുൾ ലെറ്റ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഇനഫ്. ഈ ഒരു ബൗൾ സാലഡ് ഒരു 4% to 5% വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ 1-2 ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ യു ക്യാൻ മിനിമൈസ് ദ ക്വാണ്ടിറ്റി. ഇത് ആപ്പിൾ ഫൈൻലി ചോപ്ഡ് ആണ്. 1 ഹോൾ റെഡ് ആപ്പിൾ ഉണ്ട്. പീൽ ഔട്ട് ചെയ്തിട്ടില്ല. ഐ എം കീപ്പിംഗ് ദ ഹോൾ ആപ്പിൾ ആസ് സച്ച്. ഓക്കെ, വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ ഇത് പൈനാപ്പിൾ ആണ്. അധികം സ്വീറ്റൻഡ് അല്ലാത്ത പൈനാപ്പിൾ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അടുത്ത ഇൻഗ്രീഡിയന്റ് പൈനാപ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒണിയൻസ് ആണ്. ഫൈനലി ചോപ്ഡ് ആയിട്ട് ഒണിയൻ ഉണ്ട്. ഇത് 1 ഹോൾ ബിഗ് ഒണിയൻ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെറി ടൊമാറ്റോസ് ആണ്. അപ്പോൾ അത് നടുക്കുന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാലഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സാലഡിലോട്ട് നമുക്ക് ക്യൂട്ട് സ്വീറ്റ് ആയിട്ടുള്ള ചെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കണം എൻ്റെ മോനെ. പിന്നെ ചുറ്റിനുള്ളതൊന്നും കാണില്ല എന്ന് പറയില്ലേ, ആ സെയിം ഒരു എഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുക. നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെറീസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് എന്താന്ന് നോക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചിക്ക് ആണ്. ഇത് ഓൾമോസ്റ്റ് ബോയിൽഡ് ചിക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് ഒലിവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. സീഡ്ലെസ് ഒലിവ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് മുകളിലോട്ട് മിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളത് നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മുകളിലും കുറച്ച് താഴെ വേറെ കുറച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ ഇത് ഫ്രഷ്ലി ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൈനാപ്പിൾസും പിന്നെ നമ്മുടെ ചിപ്പിയും ആപ്പിളും എല്ലാം ഉള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളിതൊരു ബുഫേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വീട്ടിൽ നടക്കുന്ന പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഫ്രഷ്ലി ചോപ്പ് ചെയ്തിട്ട് ഫ്രഷ്ലി സെർവ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഈ ലീവ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് മിക്സിങ് മാത്രം നമുക്ക് ആ ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സെർവ് ചെയ്യാനായിട്ട് ഒരു സോസോടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം സീസണിങ്ങിനായിട്ട് ഞാൻ കുറച്ച് പെപ്പറും സോൾട്ടും ഒരു ലെമണിൻ്റെ ഹാഫും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് സാലഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മടിയുള്ള കാര്യമില്ല. പക്ഷേ ഇതുവരെ ഞാൻ കഴിച്ചത് വെച്ചിട്ട് ദ ബെസ്റ്റ് സാലഡ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നമ്മൾ മറ്റേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയുള്ള തൈരുമുണ്ട്, നമ്മുടെ നോർമൽ കേടും ഉണ്ട്, പുളിയില്ലാത്ത. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് പുളിയില്ലാത്ത കേടാണ്. പിന്നെ ഇത് ലൈറ്റ് ചില്ലി മയോയാണ്. അതും കൂടെ ഞാൻ കുറച്ച് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേ സാലഡ് ട്രോപ്പിക്കലി കഴിക്കണമെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി സോസ് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. ഇത് നമ്മുടെ താഹിന സോസാണ്. അപ്പം അതും കൂടെ ഒരു 2 or 3 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം താഹിനയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി ഹണിയാണ് ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പം ഇച്ചിരി ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിക്കകത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ബ്ലെൻഡർ ഇടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പം റെസിഡ്യൂ പോലെ എന്തെങ്കിലും അടിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്രയ്ക്ക് അടിപൊളി സോസാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. തഹിന സോസ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ബിറ്റർനെസ് നമുക്ക് ആദ്യമേ തോന്നും, പക്ഷേ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ജസ്റ്റ് ഹെവൻ. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സീസണിങ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി പെപ്പറും ഇച്ചിരി സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ, നമ്മുടെ സോസ് റെഡിയായി. ഇനി അതും കൂടെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ സ്പൂൺ എടുത്തിട്ട് യൂസ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യാൻ വരരുത്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫാമിലി എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലി, അങ്ങനെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ആരും എന്നെ ജഡ്ജ് ചെയ്യരുത് പ്ലീസ്. പിന്നെ നമ്മളൊരു ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഇത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ, ഫ്രീസറിലല്ല, താഴോട്ട്. പിന്നെ സാലഡ് സെർവ് ചെയ്യുമ്പോൾ ഓൾവേസ് ബെറ്റർ ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഡേയിലോട്ടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി അങ്ങ് ആകെപ്പാടെ കൊള്ളാണ്ടാവും. അപ്പോൾ ബെറ്റർ നമ്മൾ എപ്പോൾ ചെയ്താലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് സെർവ് ചെയ്യുന്നത് തന്നെയാണ് സാലഡ്സ് എപ്പോഴും അടിപൊളി. നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഞാൻ ഒരു ഡോക്ടർ വേയിലാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ ബട്ടർ ഗാർലിക് ഫിഷാണ്. അപ്പം ഇതിൽ വെരി ബേസിക് ആയിട്ടുള്ള മാരിനേഷൻസും കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ആ ഫിഷിനകത്തെ വെള്ളം മുഴുവനൊന്ന് പാറ്റ് ചെയ്തെടുക്കണം. ഡ്രൈ ആയിട്ട് നമുക്ക് ഫിഷിനെ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇത് മിൽക്ക് ഫിഷാണ്, അപ്പോൾ അധികം നമുക്ക് കുക്കിംഗ് ടൈം ഇല്ലാത്ത ഫിഷാണ് ഇത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ബേസിക് ആയിട്ട് സീസണിങ് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തു, ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ ഒരു ലൈമും ആഡ് ചെയ്ത് പിഴിഞ്ഞു കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സീസണിങ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട്. അത് രണ്ട് സൈഡും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, പുറത്താണെങ്കിൽ നോ പ്രോബ്ലം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഹൈജീനിക് ആയിട്ട് വെക്കാൻ പറ്റും. പുറത്താണെങ്കിലും നോ പ്രോബ്ലം, യു ക്യാൻ കീപ്പ് ഇറ്റ്. ഇഫ് AC is on in your kitchen or something like that, then it would be okay to keep it outside also. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിലോട്ട് നന്നായിട്ട് ബട്ടർ ഒഴിക്കുക. ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് അതൊന്ന് മെൽറ്റായി വരുമല്ലോ, നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ, ആ ഫിഷിന് ആ ഗാർലിക് ഫ്ലേവർ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗാർലിക്കും ഈ ബോണ്ട് ഗാർലിക്ക് സെർവ് ചെയ്യുമ്പം അതും ആ സാലഡും ആ ഫിഷും കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഇപ്പോൾ ഗാർലിക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അങ്ങിട്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കി കളയണ്ട. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരിയും കൂടെ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഹെൽത്തി വൈസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടർ റീപ്ലേസ് ചെയ്യാം ഒലിവ് ഓയിലായിട്ട്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ഡയറ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ബട്ടറിന് പകരം റീപ്ലേസ് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് രണ്ട് സൈഡും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. രണ്ട് സൈഡും ഫിഷിൻ്റെ രണ്ട് സൈഡും നമ്മൾ വേവിച്ചെടുക്കണം. ഞാനിത് കുക്ക് ചെയ്തത് മീഡിയം ഫ്ലെയിമിലാണ്. രണ്ട് സൈഡും ഓൾമോസ്റ്റ് കുക്കായി കഴിയുമ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കേണ്ടതാണ്.
ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്, നമ്മുടെ സാലഡ് ഡിന്നർ വിത്ത് ബട്ടർ ഗാർലിക് ഫിഷ് ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സാലഡ് കഴിക്കാൻ മടിയുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ എല്ലാ ദിവസവും ഇത് തന്നെ ആസ്ക് ചെയ്യും. അതുപോലെ ജെറിയുടെ പറയുവാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഫീലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ്.